എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി രുചികരമായ ഉണ്ണിയപ്പം വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. അതിന് വേണ്ടുന്ന ചേരുവകൾ: 2 ഗ്ലാസ് അരിപ്പൊടി, 250 ഗ്രാം ശർക്കര പാനിയിലേക്ക് 2 മീഡിയം സൈസ് റോബസ്റ്റ പഴം കൂടി നന്നായി അരച്ച മിശ്രിതമാണിത്. നന്നായിട്ട് അരച്ചെടുക്കണം. പിന്നെ തേങ്ങക്കൊത്ത് ചെറുതായി അരിഞ്ഞ് നെയ്യിൽ വറുത്തത്, 1 സ്പൂൺ എള്ള് എന്നിവയാണ്. നമുക്ക് അരിപ്പൊടിയിലേക്ക് ഈ മിശ്രിതം നന്നായി നല്ല രീതിയിൽ കുഴച്ചെടുക്കണം. നന്നായിട്ട് മിക്സ് ആക്കണം. അതിനകത്ത് കട്ടയൊന്നും പിടിക്കാൻ പാടില്ല. ആ ചേരുവകൾ നന്നായിട്ട് മിക്സ് ആക്കണം. നന്നായിട്ട് നല്ല രീതിയിൽ പൊടിയും പഴവും ശർക്കരയും കൂടി അരച്ച എല്ലാ മിശ്രിതം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തു. അതിലേക്ക് ഇനി നമ്മൾ വറുത്ത് വെച്ച തേങ്ങാക്കൊത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എള്ള് ഇടുക. ഇത് നന്നായിട്ട് ഇത് മിക്സ് ആക്കുക. തോനെ വെള്ളമാകാൻ പാടില്ല. ഇത് 1 മണിക്കൂർ അടച്ചു വയ്ക്കാം. 1 മണിക്കൂറിന് ശേഷം നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. ഞാൻ പാനടുപ്പ് വെച്ചു, എണ്ണ ഒഴിച്ചു. ഈ എണ്ണ നന്നായി തിളച്ചതിന് ശേഷം മാത്രമേ നമുക്ക് മാവ് കോരി ഒഴിക്കാൻ പാടുള്ളൂ. എണ്ണ തിളച്ചു, ഞാൻ മാവ് കോരി ഒഴിക്കുകയാണ്. തീ കുറച്ചിട്ടതിന് ശേഷം മാത്രം മാവ് കോരി ഒഴിക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ദിവസം നന്നായിട്ട് കുറച്ചിട്ടുണ്ട്. ചെറുതായിട്ട് അടിവശം മൂത്തു. അപ്പം പെട്ടെന്ന് തന്നെ തിരിച്ചിടണം, അല്ലെങ്കിൽ ഒരു സൈഡ് ഇതായി പോവും. അതൊക്കെ തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിടുമ്പോൾ എല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. തിളച്ച വെളിച്ചെണ്ണയാണ്, അതൊന്നും ദേഹത്ത് വീഴാണ്ട് സൂക്ഷിച്ചെടുക്കുക. ഇനി നമുക്ക് ഒന്നും കൂടി മറിച്ചിട്ട് കൊടുക്കാം. ചെറിയ തീയിലാണ് ഇത് വേവിക്കേണ്ടത്, കാരണം കരിഞ്ഞു പോകരുത്. മാവെല്ലാം നന്നായിട്ട് വേവിയും വേണം. നമ്മുടെ ഉണ്ണിയപ്പം ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. പെട്ടെന്ന് എടുക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. ഫാസ്റ്റ് തന്നെ കോരിയെടുക്കണം. ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ചെടുത്ത് മാറ്റാം. ഓൾറെഡി നമ്മുടെ ഉണ്ണിയപ്പം ടേസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഉണ്ണിക്കൂട്ട് നിൽപ്പുണ്ട്. നമുക്ക് നോക്കാം. നല്ല ടേസ്റ്റാണ്, സൂപ്പറാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.